ഹലോ, നമുക്കൊരു മട്ടൻ കറി വെച്ചാലോ ഇന്ന്? അതിന് ഞാനിപ്പോൾ ഒരു 2 കിലോ മട്ടനാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, സവാള വേണം, മല്ലിയില, കരിവേപ്പില, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് വേണം. ബാക്കി സാധനങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സാധാരണ എല്ലാവരും ഉപ്പിട്ടാണ് ഇങ്ങനെ വഴട്ടാറ്. അപ്പോൾ എനിക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടണം. അതുകൊണ്ട് ഞാൻ ഉപ്പിടുന്നില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ വാടി വരത്തേ ഉള്ളൂ. പക്ഷെ എനിക്ക് നല്ല ബ്രൗൺ കളറിലിത് കിട്ടണം, നല്ല മൊരിച്ച് വരുന്ന രീതിയിൽ എനിക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പിടുന്നില്ല. അപ്പോഴേക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. സവാള ഗോൾഡൻ കളർ ആയതിന് ശേഷമാണ് തക്കാളി ചേർക്കുന്നത്. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നല്ലപോലെ വഴണ്ട് തക്കാളിയൊക്കെ നല്ല യോജിച്ച് ഇതിലേക്ക് വരണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇത് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അവിടെ എണ്ണയിൽ നിന്ന് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഞാൻ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉലുവയും പട്ടയും ഗ്രാമ്പൂ ഏലക്കയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ഒന്ന് മൂത്ത് വരണം. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്, നല്ല പേസ്റ്റാക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്ത് ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇതുപോലെ നമ്മൾ നല്ല ഫൈനായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. അത് നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല, എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച സവാളയും തക്കാളിയും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല പോലെ പേസ്റ്റ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് കിട്ടണം. വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് പൊടികൾ വേറൊരു ചട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിട്ട് മൂപ്പിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ സെയിം ചട്ടിയിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, ഇത് 3 പൊടികളും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക.
സെയിം എണ്ണയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ അതിലോട്ട് ഇറങ്ങും. നമുക്ക് വേറെ സെപ്പറേറ്റ് വേണമെങ്കിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ വെച്ച് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ഇതിലോട്ട് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ യോജിപ്പിച്ച് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉള്ളിയുടെയും തക്കാളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറും കിട്ടും, നമുക്ക് നല്ല കൊഴുപ്പും കിട്ടും കറിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, പിന്നീട് നോക്കിയിട്ട് ചേർത്താൽ മതി. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെച്ച് വെള്ളം ഇറങ്ങുന്നവരെ അടച്ച് വെച്ച് വേവിക്കുക. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്നവരെ ഒരുപാട് വെള്ളം ഇറങ്ങില്ല, എന്നാലും ഒന്ന് അടച്ച് വയ്ക്കുക. 2-3 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഇതിൽ നിന്ന് ഇറങ്ങും. ഇനി നമുക്കതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. സെപ്പറേറ്റായിട്ട് ചൂടാക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് മസാലയെല്ലാം നല്ലപോലെ യോജിപ്പിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അടച്ച് വയ്ക്കുക. നമ്മൾ അടച്ച് വെച്ച് തന്നെ വേവിക്കുക. എല്ലാവരും കുക്കറിലൊക്കെ വേവിക്കാറുണ്ട്. ഇതുപോലെ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചൊരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ച് ഗരം മസാലയുടെ കുറവുണ്ട്, ഞാനതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ഉരട്ടിയിലൂടെയാണ് കഴിക്കുന്നത്. എല്ലായിടത്തും ഉരട്ടി എന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ഉരട്ടി എന്നാണ് പറയുന്നത്.